നമ്മളിപ്പോ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ സ്വർണ്ണഭൂമി എയർപോർട്ടിലെത്തി. നമ്മൾ വന്ന ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയിരുന്നു. വയ ഫ്ലൈറ്റ് ആയിരുന്നു. വയ മുംബൈ ആണ്. ദുബായ് ടു മുംബൈ, മുംബൈ ടു ബാങ്കോക്ക് ആയിരുന്നു. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് ഹോൾഡേഴ്സിന് ഇവിടെ 15 ഡേയ്സ് വരെ ഫ്രീ ഓൺ അറൈവൽ വിസ ആണ്. സാരഥി ഹോളിഡേയ്സ് ആണ് നമ്മുടെ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അവരുടെ റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ പോയി തപ്പി കണ്ടുപിടിക്കട്ടെ. ഈ ലിസ്റ്റിൽ കുറെ പേര് വച്ചിരിക്കണ കാണുന്നില്ലേ? ആ ലിസ്റ്റിലാണ് നമ്മുടെ പേര് ഉണ്ടായിരുന്നത്. ഞാൻ നോക്കിയിട്ട് ഞാൻ വേഗം കണ്ടുപിടിച്ചത്. നമ്മളെ ഇവര് വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയേ. നമുക്ക് കിട്ടിയ വണ്ടി ഏതാന്നറിയോ? ഒരു വെള്ള ഫോർച്യൂണർ ആയിരുന്നു. പെറ്റാണ് നമ്മുടെ ഡ്രൈവർ. നമ്മുടെ ഈ ട്രിപ്പിൽ വേറൊരു ഫാമിലിയും കൂടി ജോയിൻ ചെയ്യാനുണ്ട്. എന്റെ ചിറ്റയും ഫാമിലിയാണ്. നമ്മള് പോകുന്നത് എക്കോട്ടൽ ഹോട്ടലിലേക്കാണ്. അവിടെയാണ് എന്റെ ചിറ്റയും ഫാമിലി ഉള്ളത്. അവിടെ ചെന്ന് അവരെ പിക്ക് ചെയ്തിട്ട് നമ്മൾ വേറെ വണ്ടിയിൽ പട്ടായിക്ക് പോകും. ഇതെന്റെ കുട്ടി അനിയത്തിയാണ്. ബിഹാരിക എന്നാണ് പേര്. നമ്മൾ ഇനി പോകുന്നത് പട്ടായക്കാണ്. നമ്മൾക്ക് പട്ടായക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി ഏതറിയോ? നമുക്ക് കിട്ടിയത് ഒരു ഹയാസ് ആണ്. എല്ലാവർക്കും ക്ഷീണം ഉണ്ടായോണ്ട് എല്ലാരും വണ്ടിയിലിരുന്നൊന്ന് മയങ്ങി. എല്ലാരും കണ്ണൊന്ന് തുറന്ന് ഉറക്കം എണീറ്റപ്പോഴേക്കും പട്ടായ എത്താറായിട്ടോ. നമ്മളുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് പട്ടായ ബീച്ചാണ്. ഞാൻ എന്തായാലും ഒരു ദിവസം അവിടെ പോകണമെന്നുണ്ട്. കാരണം നല്ല ക്ലിയർ വാട്ടർ, നല്ല ക്ലിയർ ബീച്ചും ആണ്. പട്ടായത്തെ നമ്മുടെ സ്റ്റേ സൺബീം ഹോട്ടലിലാണ്. നമ്മളിപ്പോ അവിടെ ചെക്ക് ഇൻ ചെയ്തോണ്ടിരിക്കാണ്. നമ്മൾ ഈ ഹോട്ടലിൽ റിസീവ് ചെയ്തത് സണ്ണി എന്ന് പറഞ്ഞ ആന്റിയാണ്. ആന്റിയാണ് നമ്മുടെ പട്ടായത്തെ ബാങ്കോക്കിലത്തെ ട്രാവൽ ഷെഡ്യൂൾസ് ചെയ്തിരിക്കണേ. ആന്റി നമുക്ക് തായ്ലാൻഡിനെ കുറിച്ചും നമ്മുടെ ട്രിപ്പിനെ കുറിച്ചും ഒരു ഔട്ട്ലൈൻ തന്നെ. നല്ല പ്ലസന്റ് മീറ്റിംഗ് ആയിരുന്നു. നമുക്കൊരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്തേ. ഇന്ന് നമ്മളോട് 7 മണിക്ക് റെഡിയായി ഇരിക്കാൻ പറഞ്ഞു. അൽക്കസാർ ഷോ കാണാൻ പോവാനാണ്. നമ്മള് താഴേക്ക് എത്തിയപ്പോഴേക്കും ഡ്രൈവറും വണ്ടിയും റെഡിയായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടാണ് ഇത് പട്ടായത്തെ സ്ട്രീറ്റ്സ് ആണ്. ഇവിടത്തെ നൈറ്റ് ലൈഫ് അടിപൊളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ. നമ്മള് അൽക്കസാർ ഷോന്റെ തിയേറ്ററിന്റെ അവിടേക്ക് എത്തിയപ്പോഴേക്കും 7:40 ആയുള്ളൂ. അവരുടെ ഗേറ്റ് തുറക്കണം 7:50ക്കാണ്. അപ്പൊ നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അവിടെ നിന്നിട്ടോ. ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് പട്ടായയിലാണ്. ഞാൻ എന്താ ഇവിടെ അറിയോ? ഞാൻ അൽക്കസാർ ഷോ കാണാനാണ് വന്നത്. ഗേറ്റ് ഓപ്പൺ ആക്കി നമ്മൾ ഉള്ളിലേക്ക് കയറാണ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോ ഇവര് വെള്ളം സെർവ് ചെയ്യാനായിരുന്നു. 1 hour ഷോയാണ്. ഉള്ളിലേക്ക് കയറുമ്പോ സ്റ്റാഫ് എല്ലാവർക്കും സീറ്റ് കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. നമുക്ക് കിട്ടിയ സീറ്റ് ഒരു കോർണർ സീറ്റ് ആയിരുന്നേ. Back, relax, and prepare to be swept away on a magical, mystical, musical journey of dance and song that spans the globe. As our performers are preparing to whisk you away to and let your imagination run free. And now, ladies and gentlemen, the world-famous Alcazar Cabaret is proud to present our most stunning show to date. Please put your hands together and give a very warm welcome to our very talented troupe of entertainers. Yvonne,
It's showtime. തായ്ലാൻഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ, കമന്റ് ചെയ്യാൻ, ലൈക്കും ചെയ്യാൻ മറക്കരുത്.